ഒമാനിലെ 22 ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നായി 2600-ലധികം വിദ്യാർത്ഥികളാണ് കൗമാരോത്സവത്തിൽ പങ്കെടുത്തത്. കേരളത്തിലെ സ്കൂൾ കലോത്സവത്തിന്റെ വീറും വാശിയും ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു മേള. 33 ഇനങ്ങളിലായിട്ടായിരുന്നു മത്സരങ്ങൾ. ഇന്ത്യൻ സ്കൂൾ മബേലയിലെ മൾട്ടിപർപ്പസ് ഹാളിൽ 2 ദിവസങ്ങളിലായിട്ടായിരുന്നു മത്സരങ്ങൾ. നൃത്തം, സംഗീതം, സാഹിത്യം, ചിത്രരചന, മൂകാഭിനയം, തെരുവ് നാടകം തുടങ്ങി എല്ലാ ഇനങ്ങളിലും ഒന്നിനൊന്ന് മികച്ച പ്രകടനം വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചു. മത്സര ഇനങ്ങൾക്ക് പുറമെ സെന്റർ ഫോർ കെയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും ആസ്വാദകരുടെ ശ്രദ്ധ നേടി. സമാപന ചടങ്ങിൽ ഒമാൻ തൊഴിൽ സുരക്ഷ ആരോഗ്യ മന്ത്രാലയം അസിസ്റ്റന്റ് ഡയറക്ടർ എഞ്ചിനീയർ സക്കറിയ ഖാമിസ് അൽസാദി മുഖ്യാതിഥിയായിരുന്നു. ഇന്ത്യൻ എംബസിയിലെ കൗൺസിലർ പ്രദീപ് കുമാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ഇന്ത്യൻ സ്കൂളുകളുടെ ഡയറക്ടർ ബോർഡ് വൈസ് ചെയർമാൻ ഹർഷേന്ദു ഷാ അധ്യക്ഷത വഹിച്ചു. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഒന്നാമതെത്തിയ ഇന്ത്യൻ സ്കൂൾ സലാല പ്രതിനിധികൾക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ട്രോഫിയും പോയിന്റ് നിലയിൽ രണ്ടാമതെത്തിയ ഇന്ത്യൻ സ്കൂൾ അൽമബേലയ്ക്കും റണ്ണറപ്പ് ട്രോഫിയും സമ്മാനിച്ചു. പങ്കെടുത്ത എല്ലാ സ്കൂളുകൾക്കും ഉപഹാരങ്ങൾ നൽകി. കൃഷ്ണേന്ദു എസ് സ്വാഗതവും ഷമീം ഹുസൈൻ നന്ദിയും പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.